അനുരഞ്ജനവും സമാധാനവും. പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് ബൈബിളിലെ ഉൽപ്പത്തി 33-ാം അധ്യായത്തിൽ നിന്ന് ദൈവത്തിൻ്റെ സമാധാനത്തെയും അനുരഞ്ജനത്തിൻ്റെയും കുറിച്ച് നമുക്ക് നോക്കാം. യാക്കോബ് ഇപ്പോൾ ഏശാവിനെ കാണാൻ പോയി. അവൻ ഉള്ളിൽ ഭയപ്പെട്ടു. എന്നാൽ പുറമേ അവൻ സാധാരണക്കാരനും വിനീതനുമായി കാണപ്പെട്ടു. ഏശാവ് യാക്കോബിനെ കണ്ടപ്പോൾ അവൻ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചു. രണ്ട് സഹോദരന്മാർക്കിടയിലെ പഴയ തർക്കങ്ങളും ഭയങ്ങളും അവസാനിച്ചു. യാക്കോബ് ഏശാവിന് സമ്മാനങ്ങൾ നൽകി. ഏശാവ് പറഞ്ഞു, ഇതൊക്കെയും എനിക്ക് തരരുത്. എന്നാൽ യാക്കോബ് താഴ്മയോടെ എല്ലാം വാഗ്ദാനം ചെയ്തു. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ താഴ്മയും സ്നേഹവും കൊണ്ട് വരുന്നതാണെന്ന് ഇത് നമ്മെ കാണിക്കുന്നു. യാക്കോബ് തൻ്റെ കുടുംബത്തെ ഏശാവിന് മുന്നിൽ അവതരിപ്പിച്ചു. കുടുംബത്തിനുള്ളിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടു. പഴയ ഭയങ്ങളും സംഘർഷങ്ങളും അവസാനിച്ചു. യാക്കോബ് ശേഖേമിലേക്ക് യാത്ര ചെയ്യുകയും തനിക്കായി സുരക്ഷിതവും സ്ഥിരവുമായ ഒരു വാസസ്ഥലം ആസൂത്രണം ചെയ്യുകയും ചെയ്തു. ഉൽപ്പത്തി 33 നമ്മെ പഠിപ്പിക്കുന്നു, നാം ഭയവും സംഘർഷവും ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ സമാധാനവും അനുരഞ്ജനവും സാധ്യമാണ്. ദൈവത്തിന് നമ്മെ വേദനയിൽ നിന്ന് മോചിപ്പിക്കാനും നമ്മുടെ ബന്ധങ്ങളിൽ സമാധാനം കൊണ്ടുവരാനും കഴിയും. നന്ദി, നമസ്കാരം. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.